സാറേ എനിന്ന് ഡ്രോപ്പ് ചെയ്യോ? എവിടേക്കാ പോണ്ടത്? സാർ അടുത്ത ജംഗ്ഷൻ വരെ. എന്തു പറ്റി? ഏയ് ഒന്നുമില്ല. എന്തുണ്ടെങ്കിലും നിനക്കെന്നോട് തുറന്നു പറയാം. ഒരുപക്ഷേ എനിക്ക് നിന്നെ സഹായിക്കാൻ കഴിഞ്ഞേക്കും. ഏയ് ഒന്നുമില്ല സാർ. എല്ലാ വഴികളും വന്നു ചേരുന്നത് ഒരിടത്തേക്കാണ്. നിങ്ങളാരാണ്? ആ കബീർ പറയൂ. സാർ, ഒരു ചെറിയ ട്വിസ്റ്റ്. അവൻ ആ പാക്കറ്റ് കളഞ്ഞിട്ട് ഓടി. മറ്റവന്മാരെ പിറകെ പോയി. ഞങ്ങളവരെ ഫോളോ ചെയ്യുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ പയ്യൻ മിസ്സിംഗ് ആണ്. പയ്യൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ അവരുടെ പുറകെ വിട്ടോ. ശരി സാർ. നിന്നെക്കുറിച്ച് എനിക്കറിയാം. നിന്റെ തൊഴിലും അറിയാം. നീ വരുമ്പോൾ ആ സ്പോട്ടിൽ ഞങ്ങളുടെ ആളുകളുണ്ടായിരുന്നു. അവിടെ നടക്കുന്ന കാര്യത്തെക്കുറിച്ച് ഞങ്ങൾക്ക് അറിവ് കിട്ടിയിരുന്നു. അവിടെ വെച്ച് നിന്നെയും അവന്മാരെയും പൊക്കാനായിരുന്നു പ്ലാൻ. പക്ഷേ വേറെ ചിലത് അവിടെ സംഭവിച്ചു. നീ എന്തിനാ ഓടിയത്? അത് സാറേ, എനിക്കൊരു അനിയൻ മാത്രമേ ഉള്ളൂ. ഞാനവനെ പഠിപ്പിക്കാൻ വേണ്ടിയാ ഞാനിതൊക്കെ ചെയ്തു കൂട്ടിയത്. എൻ്റെ കൂട്ടുകാരനാണ് എനിക്കവരെ പരിചയപ്പെടുത്തിയത്. ജോലി എളുപ്പമാണെന്നും നല്ല പൈസ കിട്ടുമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പെട്ടുപോയി സാർ. സാധനം ബോർഡർ കിടത്തി ഇവിടെ എത്തിക്കുക, അത്രയേ ഉള്ളൂ എൻ്റെ പണി. പിന്നെ അവർ നോക്കിയോളൂ. രാവിലെ പതിവ് പോലെ ഞാൻ സാധനവുമായി തിരികെ വരികയായിരുന്നു. അപ്പോഴാണ് എനിക്കൊരു കോൾ വന്നത്. ഹലോ, രാജേഷ് അല്ലേ? ഇത് കൊല്ലൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നാണേ. അവർ പറഞ്ഞു എൻ്റെ അനിയനെ ഇന്ന് രാവിലെ കഞ്ചാവ് കേസിൽ പിടിച്ചെന്ന്. എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല സാറ്. എന്ത് ചെയ്യണമെന്നറിയാതിരിക്കുമ്പോഴാണ് അവന്മാരുടെ കോൾ വന്നത്. എനിക്കപ്പം ദേഷ്യവും സങ്കടവും ഒക്കെ കൂടി വന്നു. ഞാൻ ഫോൺ എടുത്തില്ല.
switched off. എൻ്റെ അനിയൻ അവൻ ഇങ്ങനെയൊക്കെ ആവുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല സാറേ. അവൻ്റെ പഠനത്തിന് കുറവൊന്നും ഉണ്ടാവരുതെന്ന് കരുതി അവൻ ചോദിച്ച പൈസയൊക്കെ ഞാൻ കൊടുത്തിരുന്നു. ചേട്ടാ എത്ര നേരമായി? ലേറ്റായി. നീ വല്ലതും കഴിച്ചായിരുന്നു? ആ കടയിൽ നിന്ന് കഴിച്ചു. എന്നാ നിന്റെ ഫീസ്? ഇതിപ്പോ 500 രൂപ വേണം. എന്തിനാ? അതവിടെ കൊടുക്കാൻ വേണ്ടിട്ടാ. അതുകൂടി താ. നീ വെറുതെ പറഞ്ഞല്ലോ. അതുകൂടി വേണം. ശരിയെന്ന് ഞാൻ പോകുന്നേ. പതുക്കെ പോനാടാ. ശരി. ശരി. സൂക്ഷിച്ച്. അനിയൻ്റെ കാര്യം ആലോചിച്ചപ്പോൾ എനിക്ക് എന്നോട് തന്നെ ദേഷ്യം തോന്നി. അവന്മാരാണ് എല്ലാത്തിനും കാരണം. അവന്മാർക്കൊരു പണി കൊടുക്കണമെന്ന് ഞാൻ വിചാരിച്ചു. അതാ ഞാൻ തിരികെ പോകുന്നത്. അവനിപ്പോ പോലീസ് സ്റ്റേഷനിലാ സാറേ. സാർ അവനെങ്ങനെയെങ്കിലും രക്ഷിക്കണം സാർ. ഞാനെല്ലാം ചെയ്തത്. എന്നെന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷെ സാറേ അവനെ വെറുതെ വിടണം. അപ്പോ അതാ കാര്യം. നിന്റെ അല്ലേ അനിയൻ ഓരോന്ന് ചെയ്തു വെച്ചിട്ടിരുന്ന് കരയുന്നോ? നീയൊക്കെ എത്ര എണ്ണത്തിനെ നശിപ്പിക്കുന്നതെന്ന് അറിയാമോ? സാറേ സാറേ അവൻ പാവാ സാറേ. സാറേ ഞാനെല്ലാത്തിനും കാരണം. സാറേ അവന് വെറുതെ വിടണം സാറേ. സാറേ എല്ലാം എൻ്റെ തെറ്റാ സാറേ. എന്നെന്ത് വേണമെങ്കിലും ചെയ്തു, പക്ഷെ അവനെ ഞാൻ ഈ പണി ചെയ്യാൻ പാടില്ലായിരുന്നു. അഥവാ എന്തെങ്കിലും ശിക്ഷിക്കണമെന്നുണ്ടെങ്കിൽ എന്നെ ശിക്ഷിച്ചോ. അവനെ വെറുതെ വിടണം സാറേ. സാറേ ഞാൻ ഏത് കോടതിയിലും വരാം, അറിയണമെന്നൊക്കെ പറയാം. സാറേ രക്ഷിക്കണം സാറേ. സിറ്റിക്കകത്ത് ഓപ്പറേറ്റ് ചെയ്യുന്ന കംപ്ലീറ്റ് ഗാങ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും ഇതിലുണ്ട്. ഓക്കെ സാർ. പിന്നെ നമ്മുടെ മുസ്തഫ അന്വേഷിച്ചായിരുന്നു? യെസ് സാർ. മുസ്തഫ ഇപ്പോൾ ദുബായിലാണെന്നാണ് അറിവ്. ഇനി മുതലുള്ള ആക്ഷൻസ് വളരെ പെട്ടെന്നായിരിക്കും. യെസ് സാർ. നാളെ രാവിലെ നമ്മൾ നമ്മുടെ മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. എനി ഡൗട്ട്സ്? നോ സാർ, ഐ തിങ്ക് വി ആർ ഗുഡ്. കൂടുതൽ ഫോഴ്സ്ഫുൾ ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കണം. ഓക്കെ, ഗുഡ് ലക്ക്. താങ്ക് യു. പറഞ്ഞ പൈസയൊക്കെ ഉണ്ടല്ലോ. നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള ഇറങ്ങി വാടാ. ഇല്ല സാറേ, ഞാനും വെറുതെ ഇവിടെ വെറുതെ എനിക്ക് പണിയുണ്ടാക്കാനായിട്ട്. നടക്കടാ ഇങ്ങോട്ട്. നടക്കടാ എല്ലാ വണ്ടിയിലും ചെല്ല് ചെല്ല്. കബീറെ, ഒരു മിനിറ്റ്. ഇന്ന് രാവിലെ പൊക്കിയ ആ പയ്യന്മാരില്ലേ, അതിലൊരുത്തൻ്റെ ചേട്ടൻ ആ ഗ്യാങ്ങിലുണ്ടായിരുന്നു. അവനെ ഞാനിങ്ങ് പൊക്കി. അവനിപ്പോൾ എൻ്റെ കൂടെ ഉണ്ട്.
ഒന്നിങ്ങിറങ്ങി വാ. ഇങ്ങോട്ട്. നിന്റെ കരച്ചിൽ ആത്മാർത്ഥയൊന്നും തോന്നിയുകൊണ്ട് നിന്നെ ഇപ്പോൾ വിടുന്നു. ഞാൻ സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അവിടെ ചെന്ന് നിനക്ക് അവനെ കൊണ്ടുപോവാം. എപ്പോൾ വിളിച്ചാലും സ്റ്റേഷനിൽ വരണം. ശരി സാർ. പിന്നെ ഒരു കാര്യം, ദൈവം എല്ലാവർക്കും ഒരവസരം തരും, പക്ഷേ പിന്നീട് അതുണ്ടായെന്ന് വരില്ല. അങ്ങോട്ട് സാർ. ദൈവമൊന്നും അവരതിലുണ്ട്. സാധനം ആ ഗോഡൌണിലുണ്ട്. ഇന്ന് തന്നെ എല്ലാത്തിനും ഒരുമിച്ച് പോക്കാം. സാർ, നമ്മുടെ ഫോഴ്സ് എത്തുന്നവരെ വെയിറ്റ് ചെയ്യണോ? വേണ്ട, നമുക്ക് അകത്ത് കയറാം. ഓക്കെ, കമാൺ. ഓക്കെ, ശരി. രാജേഷും അനിലും ഇതിലകപ്പെട്ട ചില കണ്ണികൾ മാത്രം. ഒരു സമൂഹത്തെ ആകെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന യഥാർത്ഥ വേരുകളെ തേടിയുള്ള ഈ മിഷൻ ഇവിടെ തുടങ്ങുന്നു. ദ മിഷൻ ബ്ലാക്ക് ഔട്ട് ബിഗിൻസ്.